സുരേഷ് കുറുപ്പിൻ്റെ ലേഖനമൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഇത് VS-ൻ്റെ വീടല്ലേ. ഇവിടെ സുരേഷ് കുറുപ്പിൻ്റെ ലേഖനമൊന്നും ചർച്ച ചെയ്യേണ്ട സ്ഥലമല്ല. അത് പറഞ്ഞല്ലോ, അതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. സുരേഷ് കുറുപ്പിൻ്റെ ലേഖനം എല്ലാവരും വായിച്ചില്ലേ? അതിനെപ്പറ്റി ഞാനൊന്നും പറയേണ്ട കാര്യമായിട്ടില്ല. ഉണ്ടായിരുന്നല്ലോ. അതെന്താ അതേപ്പറ്റി ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നാണ്. ഒരാൾ ഒരു പാർട്ടി നേതാവ് പറയുന്നതിനെ പറ്റി പ്രതികരിക്കേണ്ട കാര്യമില്ല. അതെല്ലാം പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ ഉപരി കമ്മിറ്റിയിലുള്ളവരാണ് പ്രതികരിക്കേണ്ടത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. എന്തോ VS-ൻ്റെ ലൈൻ എന്ന് പറഞ്ഞ ലൈനൊന്നും പാർട്ടിക്കില്ല. പാർട്ടി ലൈൻ മാത്രമേ ഉള്ളൂ. VS-ൻ്റെ ലൈൻ എന്ന് പറഞ്ഞൊരു ലൈനൊന്നും VS ഉണ്ടാക്കിയിട്ടില്ല. പാർട്ടി ലൈനാണ്. ആ പാർട്ടി ലൈൻ ശരിയായി നടപ്പിലാക്കാൻ VS-ൻ്റെ പ്രവർത്തനങ്ങൾ ലൈനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനങ്ങളിലാണ്, ആശയത്തിലല്ല. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുന്നവർക്കൊരു തിരുത്തലും ആണ്. ഞാൻ എൻ്റെ ലേഖനങ്ങളിലൊക്കെ എല്ലാ മാധ്യമങ്ങളും വന്ന് പ്രിൻ്റ് മീഡിയയൊക്കെ എടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ ഇപ്പോൾ പാർട്ടി പഴയ സ്ഥിതിയിലല്ലല്ലോ. ഒന്നായിരുന്ന പാർട്ടിയുടെ കാലത്ത് AKജിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. പ്രധാനമായിട്ടൊന്ന് 3-4 പാർട്ടിയേ ഉള്ളൂ. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റുകാർ, പിന്നെ ജനസംഘം. ജനസംഘത്തിൻ്റെ ഒരു MP ഉണ്ടായിരുന്നു, സ്വതന്ത്ര പാർട്ടി ഒരു MP. സോഷ്യലിസ്റ്റുകാർക്ക് കുറച്ച്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർക്കായിരുന്നു. അങ്ങനെയാണ് AKജി പ്രതിപക്ഷം നേതാവ്. 52-ലും 57-ലും 62-ലും അങ്ങനെയായിരുന്നു. പാർട്ടി വിഭജിക്കപ്പെട്ട ശേഷം, അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വിപ്ലവകരമായി പുനഃസംഘടിപ്പിച്ച ശേഷം 67-ലും വീണ്ടും 2 പാർട്ടിയും തമ്മിൽ യോജിച്ച് വീണ്ടും AKജി പ്രതിപക്ഷ നേതാവായല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ രണ്ടാമത്തെ പാർട്ടിയായിരുന്നു പാർലമെൻറ്റിൽ. CPM CPI ആയി മാറിയ ശേഷവും നമുക്ക് 19 MLA-മാരുണ്ടായിരുന്നു. 2004 UPയുടെ കാലത്ത് നമുക്ക് ഏതാണ്ട് എത്രയാണ് 48 MP-മാർ, നല്ല MP-മാരുണ്ട്, MLA-മാരുണ്ട്. അത്രയൊക്കെ ശക്തമായി. ഇപ്പോൾ നമുക്ക് ആകെ 4 പേരേ ഉള്ളൂ. 1 കേരളം, 2 തമിഴ്നാട്, പിന്നെ രാജസ്ഥാനിൻ്റെ ഒരു സീറ്റ് വിജയിച്ചിട്ടുണ്ട്. CPIക്ക് തമിഴ്നാട്ടിൽ നിന്ന് 2, DMK മുന്നണിയായിട്ടുണ്ടാകും. 6 പേരേ ഉള്ളൂ. 62 ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2004 ഇപ്പോൾ 6 പേരേ ഉള്ളൂ. ത്രിപുരയിലും ബംഗാളിലും അധികാരം ഇപ്പോൾ ഇല്ലല്ലോ. ത്രിപുര അസംബ്ലിയിൽ സീറ്റൊന്നുമില്ല. ബംഗാൾ അസംബ്ലി, ത്രിപുരയിൽ 16 സീറ്റ് ഇപ്പോഴും ഉണ്ട്. ആകെ 60 ഉള്ളവിടെ. അപ്പോൾ അവിടെ അടക്കം ഇന്ത്യയിൽ എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുന്നേറാനുള്ള വഴിയാണ് VS പോയ വഴിയാണ്. അതൊരു ലൈനല്ലത്. കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ പ്രവർത്തിക്കണോ അതിങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് VS കാണിച്ചു തന്നു. അതാണ് കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥത്തിൽ കർമ്മകാണ്ഡങ്ങളിൽ ചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് VS കാണിച്ചു തന്നു. ആ പാത എല്ലാ മെമ്പർമാരും. മുതിർന്ന CPI നേതാവ് G. സുധാകരൻ ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു.